എങ്ങനെ ഇരിക്കുന്നു? അനുമോള് അനീഷിനോട് കാണിച്ചത് തമാശ, ഈ പറയുന്ന ബിൻസിയോട് കാണിച്ചത് എന്തു പറയുന്ന കുലസ്ത്രീ അല്ലെങ്കിൽ എന്തോ ഒരു കയറി എന്ന രീതിയിലാണ് പറയുന്നത്. എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. ഇത് അനീഷിനെ തോപ്പിക്കാനായിട്ട് PR ടീമുകൾ ഇതിനെ ഒരു വലിയ രീതിയിൽ വളച്ചൊടിച്ച് അനുമോൾ ഒരു നന്മമരം എന്ന രീതിയിൽ ചിത്രീകരിച്ച് അനുമോൾക്ക് ഒരു ട്രോഫി എന്നൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഞാൻ പറയുന്നു, അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെങ്കിൽ 100% ശരി അനുമോളുടെ ഭാഗത്തില്ല. അനുമോള് വലിയ നന്മമരമൊന്നും അല്ല. അതുകൂടെ ഒന്ന് മനസ്സിലാക്കണം. പലരും അനുമോളെ എന്ത് പറയുക, കൂട്ടം കൂടി ആക്രമിക്കുന്നു, വീട്ടിലുള്ളവർ ആക്രമിക്കുന്നു, അതോടൊപ്പം തന്നെ വെളിയിൽ നിന്ന് വന്ന മത്സരാർത്ഥികളെല്ലാം കൂടെ കൂട്ടം കൂടി ആക്രമിക്കുന്നു. അനുമോൾ ഒരു ഒറ്റ ഇതായിട്ട് നിൽക്കുന്നു, അതിനെ തന്റെ ഇടത്തോടുകൂടി നേരിട്ട ഒരു ഉരുക്കു വനിത എന്ന രീതിയിലൊക്കെ പുറത്ത് ചിത്രീകരിക്കുന്നുണ്ട്. ഏത് PR ടീമുകൾ. ഞാൻ അന്നും പറയുന്നു, അനുമോക്ക് PR ഉണ്ട്, പക്ഷെങ്കിൽ 16 ലക്ഷത്തിന്റെ PR ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുമോക്ക് വേണ്ടി പണിയെടുക്കുന്നവർ നിരവധി പേരാണ് പണിയെടുക്കുന്നത്. അത് അനുമോളെ വെളുപ്പിക്കാനായിട്ട് പലരും പണിയെടുക്കുന്നുണ്ട്. അനുമോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ആ ഒരു ഗട്സ് കൂടെ വേണം. എന്തായാലും ഞാൻ കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ പറയാനുള്ള ഒരു വിഷയം, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഈ അപ്പാനി ശരത്തിന്റെയും ബിൻസിയുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഇന്നലെ രാത്രി ഒരു 3 മണി വരെ, 3 അല്ല അതിൽ കൂടുതൽ സമയം ഈ ഒരു വിഷയം ലൈവിൽ നടന്നു. എന്തോ വഴക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴക്കിന്റെ വഴക്കായിരുന്നു. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അനുവിനെ തന്നെയായിരുന്നു അവരുടെ അറ്റാക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അനുവിനെയാണ് അറ്റാക്ക് ചെയ്തത്. ഈ പറയുന്ന ആദില, നൂറ, ശൈത്യ, ബിൻസി, പിന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് അക്ബർ, അപ്പാനി, അങ്ങനെ തുടങ്ങിയ എല്ലാവരും ഈ പറയുന്ന അനുവിനെ തന്നെയാണ് അറ്റാക്ക് ചെയ്തത്. എന്നാൽ ഇവിടെ അനുവിന്റെ ഭാഗത്ത് കുറച്ച് ശരിയുണ്ട്, അനുവിന്റെ ഭാഗത്ത് തെറ്റുമുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ ഈ പറയുന്ന അപ്പാനി ശരത്ത് അനുവിനോടിരുന്ന് സംസാരിക്കുന്ന വിഷയം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ ബിൻസിക്ക് ഇതൊരു ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ബിൻസിയാണ് പുറത്ത് വേറൊരു രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടത്. ഈ ചിത്രീകരിക്കാനുള്ള കാരണം അനുമോൾ പറഞ്ഞ ഒരു വാക്കാണ്, നീ കാരണമാണ് ഈ പറയുന്ന ബിൻസി പുറത്തു പോയത്, നീ ഒരാളെ പുറത്തു വിട്ടില്ലേ, നീ അന്ന് പറഞ്ഞ ഒരു വാക്ക്. അത് മാത്രവുമല്ല, പലപ്പോഴായിട്ട് അനുമോള് പറഞ്ഞ പല കാര്യങ്ങളും ഈ പറയുന്ന ബിൻസിയെ അത് മോശമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിൻസിക്ക് അത് ക്ലിയർ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ ബിൻസി അതിനൊരു തക്കം പാർത്ത് നടക്കുകയായിരുന്നു. ഈ അപ്പാനി പലപ്പോഴായിട്ട് പറയുന്നുണ്ട് അത് വിട്ടുകളാന്ന്. എന്നാൽ ഒരു സന്ദർഭം വന്ന സമയത്ത് ഈ പറയുന്ന ബിൻസിയെ വിളിച്ചിരുത്തിക്കൊണ്ട് അപ്പാനി ഈ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് ഈ അനുമോൾ പറയുന്നത്, ഈ പറയുന്ന ബിൻസിയുടെ ഫ്യൂച്ചർ ഓർത്തിട്ടാണ്, ഭാവി ഓർത്തിട്ടാണ്, അപ്പാനി ശരത്ത് കല്യാണം കഴിച്ചാണ്, അപ്പാനി ശരത്തിന്റെ കുട്ടികളെ അല്ലെങ്കിൽ ഭാര്യയെ ഓർത്തിട്ടാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതായത് നല്ലൊരു കുലസ്ത്രീ അവിടെ ചമയാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ ഈ പറയുന്ന ബിൻസിയുടെ ഡ്രസ്സുമായിട്ട് അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയാ, അന്ന് എവിഷൻ സമയത്ത് ഇട്ട ആ ഒരു വെള്ള ഡ്രസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം, അതായത് ഇവിടെയൊക്കെ കാണിച്ചു എന്നുള്ള ഒരു കാര്യം, അതെന്തിനാണ് അവൾ അങ്ങനെ കാണിക്കുന്നത് എന്നുള്ള കാര്യം ഈ പറയുന്ന അനുമോള് പറഞ്ഞു എന്ന് ഈ ആദില പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ ശൈത്യം പറയുന്നുണ്ട്. ഓക്കെ, ആ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ആദ്യം തന്നെ ഈ പറയുന്ന അനുമോൾ ഇങ്ങനെ വെളുപ്പിക്കാൻ നോക്കിയ സമയത്ത് ഈ പറയുന്ന ബിൻസി പറയുന്ന ഒരു കാര്യമുണ്ട്. അനീഷേട്ടന്റെ അടുത്ത് നീ എന്താണ് കാണിച്ചത്? അദ്ദേഹത്തിന്റെ ലവ് ചിഹ്നവും കാണിച്ച് അദ്ദേഹത്തിന് ഇച്ചായാന്നും വിളിച്ച് നിങ്ങളുടെ നാട്ടിൽ ഭർത്താവിനെ എന്താണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തിനെ നീ ഇളക്കി വിട്ട് അദ്ദേഹത്തോട് കാണിച്ചത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊരു തമാശയായിരുന്നു എന്ന് ഇവള് പറയുന്നു. ആര്? ഈ പറയുന്ന അനുമോൾ പറയുന്നു. അപ്പൊ ഇവർക്ക് ദേഷ്യം വന്നു. ഇവർ പറയുന്നു, അതെങ്ങനെ നിനക്ക് തമാശയാകും? നിനക്ക് എല്ലാ കാര്യങ്ങളും തമാശ, മറ്റുള്ളവരുടെ കാര്യം നീ ചെയ്യുമ്പോൾ അത് നിനക്ക് എന്തുവാ വേറൊരു പിന്നെ എന്തോ കെയറിങ് എന്ന രീതിയിൽ നീ പറയുന്നില്ലേ എന്ന രീതിയിൽ ബിൻസി ചോദിക്കുന്നു. സത്യമല്ലേ? ഇവക്കൊരാളുടെ ജീവിതം നശിപ്പിക്കാം, ഒരാൾക്ക് ആശ കൊടുക്കാം, ഒരാളെ ഇവക്ക് എന്തും പറയാം, എന്തും കാണിക്കാം, എന്നിട്ട് ഇവള് മാത്രം സത്യവതി കളിച്ച് ഇവള് മാത്രം എന്തുവാ പറയുന്നത്, അതൊന്നും അല്ലാതെ അതൊക്കെ ഞാനൊരു തമാശന് വേണ്ടി ചെയ്തതല്ലേ, അനീഷേട്ടനെ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ അങ്ങനെ കാണാൻ പറ്റുമോ എന്ന രീതിയിലൊക്കെ, ബ്രദർ തുല്യമാണ് എന്ന രീതിയിലൊക്കെ ഇവള് വെച്ച് കാച്ചുന്നുണ്ടല്ലോ. അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് ഇവളെ ഇളക്കിയിട്ട് അദ്ദേഹം വന്ന് ചോദിച്ചപ്പോൾ ഇവൾ അതിനെ വേറൊരു രീതിയിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യാതെ മറ്റുള്ളവരോട് പോയി പറയുന്നു, ആദിലെ വിളിച്ച് പറയുന്നു, നൂറെ വിളിച്ച് പറയുന്നു, ഷാനവാസിനെ വിളിച്ച് പറയുന്നു, ലാലട്ടന്റെ അടുത്തേക്ക് ഇതിനെ ചർച്ച ചെയ്യിക്കാനായിട്ട് ഇവൾ ഇട്ടുകൊടുത്തു. അനീഷ് അത് വിട്ടു, ചാപ്റ്റർ ക്ലോസ് എന്ന് പറഞ്ഞു. ഇവർക്ക് ഇഷ്ടമില്ല, ഇവൾ കാട് കയറി അതിനൊരു ആൻസർ പറയാതെ പോയപ്പോൾ അനീഷ് വിട്ടുകളഞ്ഞൊരു ചാപ്റ്ററിനെ ഇവൾ ഇങ്ങനെ റിവെൻഡ് അടിച്ച് കൊണ്ടുവന്ന് അനീഷിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കോമാളിയാക്കി, അനീഷിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിഡ്ഢിയാക്കി, അനീഷ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇതൊരു സ്ട്രാറ്റജിയാണ്, ഇതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് അനുമോളെ ക്രൂശിക്കാൻ വേണ്ടി ചെയ്തു എന്ന രീതിയിലൊക്കെ വരുത്തി തീർത്ത ഈ പറയുന്ന അനുമോളും അനുമോടെ കുറെ PR-കളും. സത്യമല്ലേ? ഇവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇമേജിനെ വെച്ച് കളിച്ച ഒരു നാറിയ കളി ഈ അനുമോൾ കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെങ്കിൽ അനുമോളുടെ ഭാഗത്ത് തെറ്റുള്ളത് ചൂണ്ടിക്കാണിക്കാനുള്ള തന്റെ ഇടം വേണം. അനീഷ് കാണിച്ചാലും അതുകൊണ്ട് ഞാൻ പറയും.
പിന്നെ ഇന്നലെ ബിൻസിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ബിൻസി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിന്, ആ കൊച്ചിന് വെളിയിൽ ഒരു ജീവിതമുണ്ട്. ആ കൊച്ചിന്റെ ജീവിതം വെച്ചിട്ടാണ് ഈ അനുമോള് കളിച്ചത്. അനുമോള് മാത്രമല്ല, അനുമോള് ഈ മൈക്കില്ലാത്ത സമയത്ത് ഈ പറയുന്ന ഫ്രണ്ട്സ് ആയിട്ടുള്ള ഈ അനുമോള് വിശ്വസിച്ച ആദില, നൂറ, ശൈത്യ, ഇവർ 3 പേരോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അനുമോള് മൈക്കില്ലാത്ത സമയത്തായിരിക്കണം ഇവരോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വലിയ രീതിയിൽ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ ശൈത്യ ഷാനവാസിനോട് പറയുന്നുണ്ട്, ഇതുപോലെ ഇവിടെ വേറൊരു റൂട്ട് നടക്കുന്നുണ്ട്, ഈ പറയുന്ന അപ്പാനി ശരത്തും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബിൻസിയും തമ്മിൽ വേറൊരു കണക്ഷനാണ് എന്ന രീതിയിൽ ശൈത്യ പറയുന്ന ഒരു കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഈ അനുവിന്റെ ആൾക്കാരെടുത്തിട്ട് കളിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ശൈത്യം മാത്രമാണ് കുറ്റക്കാരി എന്ന രീതിയിൽ ആക്കുന്നു. അവിടെ നൂറ ഉണ്ടായിരുന്നു, ആദില ഉണ്ടായിരുന്നു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് മാത്രം ആക്കുന്നു. എന്നാൽ അതല്ല, ഈ അനു അത് പറഞ്ഞിട്ടുണ്ട് ഇവരോട്. അനുവാണ് എല്ലാത്തിന്റെയും തുടക്കമെന്ന് ഇന്നലത്തെ ആ ഒരു വഴക്കിന്റെ ഇടയിൽ ആദില പറയുന്നുണ്ട്. അതായത് ഒരു വെള്ളവസ്ത്രം ഇട്ടുകൊണ്ട് വന്ന സമയത്ത് ഈ പറയുന്ന അനുമോള് പറഞ്ഞിരുന്നു എന്ന്. അത് ഒന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അത് കേട്ടിട്ട് ഞാൻ കുറെ കാര്യം പറഞ്ഞുതരാം. ഈ ഇവിടെ തെല്ലത്തിരുന്ന് ഡ്രസ്സാണ് താഴെ കേറും നമ്മളാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പൊ പറഞ്ഞു ബിൻസിന്റെ ക്ലീവേജ് ഒക്കെ കാണിച്ചാൽ പോയിരിക്കുന്നുണ്ടില്ല, എന്താ അല്ലേ അങ്ങനത്തെ ഒരു സംഗതികൾ പറഞ്ഞത്. ഒരു ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഇവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു? ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു വർത്താനം എന്നോട് പറയുന്നത്. ഞാൻ പറയില്ല. കൂടെ ശൈത്യം ഉണ്ടായിരുന്നു. നീ എന്നോടാ പറഞ്ഞത് നുണച്ചി, നീ എന്നോടാ നുണച്ച് പാറു, നീ എന്നോടാ മോളെ പറഞ്ഞത്. നീ വേറെ കള്ളക്കരച്ചിൽ മാത്രമാണ് ഇവിടെ. അത് കഴിഞ്ഞപ്പോ ആരോ എന്തോ ഓടി തന്നെ പുറത്തെ പിആർ നീ കളി മാറ്റി കളിച്ച്. കേട്ടല്ലോ ബിൻസി എന്താണ് ഇതൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന രീതിയിൽ ഈ പറയുന്ന അനുമോള് ഈ ആദിലയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിന് പറയുന്നുണ്ട് ആദില നുണച്ചി പാറു എന്ന രീതിയിൽ ആദില പറയുന്നുണ്ട്. ഒന്നും പറയാതെ ആദില അത് പറയത്തില്ലല്ലോ. അപ്പൊ ഈ പറയുന്ന അനുമോൾ അത് പറഞ്ഞിട്ടുണ്ട്. പറയാതെ ഇവരൊരിക്കലും അത് പറയില്ല. പിന്നെ പലപ്പോഴും ഈ പറയുന്ന ആദിലയും നൂറയും ഈ പറയുന്ന ശൈത്യയും അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട്, അനുമോളെ കുറ്റം പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ അനുമോള് ചിലപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഇതുങ്ങളോട് പറഞ്ഞതായിരിക്കാം. പക്ഷെ ഇതുങ്ങളോട് പറഞ്ഞപ്പോഴും ഒരു കുലസ്ത്രീ ചമഞ്ഞ പോലെ ആണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയേണ്ടിയ അല്ലെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത ഫ്രണ്ട്സ് തെറ്റിപ്പോയി, അതല്ലേ അതിൻ്റെ സത്യം. അപ്പൊ അനുമോൾ അത് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം കൃത്യമാണ്. പക്ഷെ അനുമോൾ പിന്നെ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല എന്ന് ഈ പറയുന്ന ആരോട് പറയുന്നുണ്ട്, ബിൻസിയോട് പറയുന്നുമുണ്ട്. അപ്പൊ ഈ പറയുന്ന ആദില അത് ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞതാണെന്നാണോ അതിന്റെ അർത്ഥം? ചിലപ്പോൾ പറയാനും പറ്റത്തില്ല കേട്ടോ, ഈ ആദിലെ ഒട്ടും വിശ്വസിക്കാനും പറ്റത്തില്ല. പക്ഷേ ഈ പറയുന്ന അനുമോള് പല കാര്യങ്ങളും മൈക്ക് മാറ്റി വെച്ച് ഇവരോട് പറയുന്നുണ്ട്. ബിൻസിയുടെ നല്ല കാര്യത്തിൽ അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയാണെന്ന് ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഈ അനുമോള്. നല്ല ഫ്യൂച്ചറിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ നല്ല കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന ഈ അനുമോക്ക് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് കാണാനോ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണാനായിട്ടോ എന്തുകൊണ്ട് പറ്റിയില്ല? ഇന്നലെ അനുമോക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് വന്നതും അനുമോൾക്ക് തന്നെ ഈ പ്രാവശ്യത്തെ കപ്പ് കൊടുക്കണം, എല്ലാത്തെയും അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്ന 100% അവിടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്ന രീതിയിലൊക്കെ വാർത്തകൾ കൊണ്ടിരുന്നുണ്ട്. അനുമോളുടെ ഭാഗത്ത് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അനുമോൾ പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞിരിക്കുന്നത് ആരോടാണ്? ഈ പറയുന്ന കട്ടപ്പ ജോലി ചെയ്യുന്ന ഈ പറയുന്ന ശൈത്യയോടും ആദിലയോടും നൂറയോടുമാണ്. അവര് പലപ്പോഴായിട്ട് ഈ പറയുന്ന അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. അതെല്ലാം കാര്യം ശരിയാണ്. പക്ഷെങ്കിൽ ഈ പറയുന്ന ബിൻസിയുടെ ജീവിതം വെച്ചും അപ്പാനി ശരത്തിന്റെ ജീവിതം വെച്ചും ആ ഒരു കാര്യം ഉണ്ടാക്കിയെടുത്തത് ഈ പറയുന്ന അനുമോൾ തന്നെയാണ്. അനുമോളാണ് അതിന് തുടക്കമിട്ടത്. അത് പിന്നെ ഏറ്റുപിടിച്ച് ശൈത്യ പറയുന്നു, ശൈത്യ കുറച്ചുകൂടെ അതിനെ വീർപ്പിക്കുന്നു, ആദില കുറച്ചുകൂടെ വീർപ്പിക്കുന്നു, നൂറ കുറച്ചുകൂടെ വീർപ്പിക്കുന്നു. അങ്ങനെയാണ് ഒരു സംഭവം പോയിരിക്കുന്നത്. അല്ലാതെ നല്ല പിള്ള ചമയരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇതിനെക്കുറിച്ച് കുറെ കൂടെ ഞാൻ പറയാനുണ്ട്. പക്ഷെ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇന്നലത്തെ വിഷയത്തിൽ ഞാൻ പറയുന്നു, ഈ പറയുന്ന ബിൻസി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അത് ക്ലിയർ ചെയ്യണം. കാരണം ആ കൊച്ചിന്റെ ലൈഫിന്റെ വിഷയമാണ്. വേറൊരുത്തനെ വെച്ചുകൊണ്ട് വേറൊരു അനാവശ്യ കാര്യം പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ആ കൊച്ചിനെ എടുത്തിട്ട് അലക്കി, അപ്പാനി ശരത്തിനെ എടുത്തിട്ട് അലക്കി. അപ്പാനി ശരത്ത് വലിയ മാന്യനൊന്നുമല്ല. അപ്പാനി ശരത്ത് ഈ ഒരു കോംബോ പിടിക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അവൻ ഈ പറയുന്ന ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പാനി ശരത്ത് അങ്ങനെ അങ്ങോട്ട് ക്ലിയർ ആണെന്നൊന്നും പറയുന്നൊന്നുമില്ല. ഓക്കെ, എന്നാൽ ഈ പറയുന്ന ബിൻസിയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ബിൻസി അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു കോമ്പ പിടിച്ച് എന്ത് പറയാ അങ്ങനെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തോ തുണി ഇങ്ങനെ താന്ന് കിടന്ന് അങ്ങനെ വിചാരിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ തുണി താത്തിട്ട് അത് കാണിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല ആ കൊച്ചു അവിടെ ചെയ്തത്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ലവ് കോമ്പ പിടിക്കുന്നതോ ആ കോമ്പ പിടിക്കുന്നതോ അതൊന്നും അല്ല ഇവിടുത്തെ തെറ്റ്. എന്നാൽ അതോടൊപ്പം തന്നെ ബിൻസി പറയുന്നുണ്ടായിരുന്നു, ഞാൻ പോകുന്ന സമയത്ത് ഈ പറയുന്ന നെവിനെ പിടിച്ച് ഒത്തിരി ഉമ്മ വെച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോഴൊന്നും നിനക്ക് തോന്നാത്ത ഒരു തോന്നൽ എന്തുകൊണ്ടാണ് ഈ അപ്പാനി ശരത്തുമായിട്ട് തോന്നിയത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ അനുമോൾ പറയുന്നത് അപ്പാനി ശരത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്ന രീതിയിലും പറയുന്നുണ്ട്. അപ്പൊ എന്ത് ലോജിക്കാന്ന് മനസ്സിലാവുന്നില്ല. അനുമോക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താണ് ഇത്ര ഒരു ശുഷ്കാന്തി?
മറ്റുള്ളവരുടെ കാര്യം നശിപ്പിക്കുമ്പോൾ മാത്രം ഒരു വിഷയവുമില്ല. അല്ലെ, മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ അനുമോൾക്ക് കുത്തല അല്ലേ? ആ കുത്തലൊക്കെ അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് ഓക്കെ നല്ല രീതിയിലൊക്കെ പോകാൻ നോക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെ എന്താ പറയാ, പലരും മാനിപ്പുലേറ്റ് ചെയ്ത് അനുമോൾ എന്തോ നല്ലൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ അനുമോടെ ഭാഗത്ത് നിന്ന് അങ്ങനൊന്നും വന്നിട്ടില്ല എന്ന് പറയാനും ശ്രമിക്കരുത്. അനുമോടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അനുമോളെ ഇങ്ങനെ കൂട്ടമായി ആക്രമിക്കുന്ന ആ ഒരു കാര്യം മാത്രം എടുത്തങ്ങോട്ടിട്ടിട്ട് അനുമോൾ എന്തോ അങ്ങ് സഹനത്തിന്റെ അങ്ങേ അറ്റമാണെന്ന് പറയുന്നു. അത് നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അനുമോടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ള കാര്യം സമ്മതിക്കണം. അനീഷിനെ മാത്രം കുറ്റക്കാരനാക്കി അനീഷാണ് അവിടുത്തെ എല്ലാ വിഷയവും ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ മാത്രം അടിച്ചിരുത്തിയവര് അനുമോടെ ഭാഗത്ത് കുറ്റമുണ്ടെന്നൊന്ന് പറ, അതേലും ഒന്ന് പറ. അത് പറയാനോട് ഒരു തണ്ടടം കാണിക്കും. അല്ലാതെ ഈ ഇമോഷനിന്റെ കാര്യത്തിൽ ഈ PR വോട്ടുകൾ ഇടിച്ചു കയറ്റിക്കൊണ്ട് അനുമോളെ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പണിയെടുക്കുന്നവര് അത് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അനുമോടെ ഭാഗത്ത് തെറ്റുണ്ട്, എന്നാൽ അനുമോള് പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞു എന്ന് ഇവർ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അനുമോള് ഇവരോട് പേഴ്സണലായിട്ട് പറഞ്ഞ പല കാര്യങ്ങളും എടുത്ത് ഇവർ പിന്നിൽ നിന്ന് കുത്തിയിട്ടുമുണ്ട്. ഈ ഒരു വിഷയം പോലും, അതായത് ഈ പറയുന്ന ശൈത്യയും ഈ പറയുന്ന ആദില നൂറയും പറഞ്ഞ കാര്യം പോലും അനുമോളും മൈക്ക് ഇടാതെ ഒക്കെ പറഞ്ഞൊരു സംഭവങ്ങളാണ്. ഇതൊക്കെ ഇവര് എടുത്തു പറഞ്ഞത് ഇതൊരു കട്ടപ്പ പണി തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷെ അനുമോളാണ് ഇതിനെല്ലാം തുടക്കമിടുന്നത് എന്നുള്ള കാര്യം അത് കൃത്യമാണ്. അതാണ് സത്യം. അതൊരിക്കലും മറച്ചു വെക്കാനായിട്ട് പറ്റില്ല. ഇല്ല എങ്കിൽ അനുമോക്കെതിരെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരില്ലായിരുന്നു. അനുമോടെ ഭാഗത്ത് മാത്രം അങ്ങ് 100% ശരി എന്ന് പറഞ്ഞ് വെളുപ്പിക്കാൻ നിൽക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.